പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ കൈകാര്യം ചെയ്യുന്നതിനുള്ള ചില സാധാരണ ചികിത്സകളും തന്ത്രങ്ങളും ഇതാ. 1. കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി. വ്യഗ്രതയുമായി ബന്ധപ്പെട്ട നെഗറ്റീവ് ചിന്താരീതികളും പെരുമാറ്റങ്ങളും മാറ്റാൻ വ്യക്തികളെ സഹായിക്കുന്നു. 2. എക്സ്പോഷർ തെറാപ്പി. ലക്ഷണങ്ങളെ ഉത്തേജിപ്പിക്കുന്ന സാഹചര്യങ്ങളിലേക്കോ ഉത്തേജനങ്ങളിലേക്കോ ക്രമേണ വ്യക്തികളെ തുറന്നുകാട്ടുന്നത് ഉൾപ്പെടുന്നു. 3. ഐ മൂവ്മെന്റ് ഡിസെൻസിറ്റൈസേഷനും റീപ്രോസസിംഗും. ട്രോമാറ്റിക് മെമ്മറികൾ പ്രോസസ് ചെയ്യുന്നതിനൊപ്പം കണ്ണിന്റെ ചലനങ്ങളോ മറ്റ് തരത്തിലുള്ള ഉത്തേജനങ്ങളോ സംയോജിപ്പിക്കുന്നു. 4. ഡയലക്റ്റിക്കൽ ബിഹേവിയർ തെറാപ്പി. വൈകാരിക നിയന്ത്രണം, ശ്രദ്ധാകേന്ദ്രം, നേരിടാനുള്ള കഴിവ് എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. 5. സൈക്കോഡൈനാമിക് തെറാപ്പി. ആഘാതകരമായ സംഭവവുമായി ബന്ധപ്പെട്ട അബോധാവസ്ഥയിലുള്ള ചിന്തകളും വികാരങ്ങളും പര്യവേക്ഷണം ചെയ്യുന്നു. സ്വയം സഹായ തന്ത്രങ്ങൾ. 1. മൈൻഡ്ഫുൾനെസ് ആൻഡ് മെഡിറ്റേഷൻ. സമ്മർദ്ദവും ഉത്കണ്ഠയും കുറയ്ക്കുന്നു. 2. ഗ്രൗണ്ടിംഗ് ടെക്നിക്കുകൾ. വ്യക്തികളെ ഇപ്പോഴത്തെ നിമിഷത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സഹായിക്കുന്നു. 3. ജേണലിംഗ്. വികാരങ്ങളും അനുഭവങ്ങളും പ്രോസസ് ചെയ്യുന്നു. 4. പിന്തുണ ഗ്രൂപ്പുകൾ. ട്രോമ അനുഭവിച്ച മറ്റുള്ളവരുമായി ബന്ധപ്പെടുന്നു. 5. വ്യായാമവും ശാരീരിക പ്രവർത്തനങ്ങളും രോഗലക്ഷണങ്ങൾ കുറയ്ക്കുകയും മാനസികാവസ്ഥ മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. 6. ആരോഗ്യകരമായ ഉറക്കശീലങ്ങൾ. സ്ഥിരമായ ഒരു ഉറക്ക ഷെഡ്യൂൾ സ്ഥാപിക്കൽ. 7. പോഷകാഹാരവും ഭക്ഷണക്രമവും. സമ്പൂർണ്ണ പോഷകസമ്പുഷ്ടമായ ഭക്ഷണങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. 8. റിലാക്സേഷൻ ടെക്നിക്കുകൾ. ആഴത്തിലുള്ള ശ്വസനം, പുരോഗമൻ പേശികളുടെ വിശ്രമം, ദൃശ്യവൽക്കരണം. ബദൽ ചികിത്സകൾ. 1. അക്യുപഞ്ചർ. ലക്ഷണങ്ങൾ കുറയ്ക്കാൻ സഹായിച്ചേക്കാം. 2. യോഗ. ശാരീരിക ചലനങ്ങളെ ബോധവൽക്കരണവും ശ്വസനവിദ്യകളും സംയോജിപ്പിക്കുന്നു. 3. ആനിമൽ അസിസ്റ്റഡ് തെറാപ്പി. പരിശീലനം ലഭിച്ച മൃഗങ്ങളുമായി ഇടപഴകൽ. 4. ആർട്ട് തെറാപ്പി. ക്രിയാത്മക പ്രവർത്തനങ്ങളിലൂടെ വികാരങ്ങൾ പ്രകടിപ്പിക്കുക. 5. മ്യൂസിക് തെറാപ്പി. വികാരങ്ങൾ പ്രോസസ് ചെയ്യാൻ സംഗീതം ഉപയോഗിക്കുന്നു. ജീവിതശൈലി മാറ്റങ്ങൾ. 1. ട്രിഗറുകൾ ഒഴിവാക്കൽ. ലക്ഷണങ്ങൾ ട്രിഗർ ചെയ്യുന്ന സാഹചര്യങ്ങൾ തിരിച്ചറിയുകയും ഒഴിവാക്കുകയും ചെയ്യുക. 2. ഒരു പിന്തുണാ ശൃംഖല കെട്ടിപ്പടുക്കുക. പിന്തുണയ്ക്കുന്ന ആളുകളുമായി സ്വയം ചുറ്റുക. 3. പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക. ആസ്വാദ്യകരമായ ഹോബികളിലും താൽപ്പര്യങ്ങളിലും പങ്കെടുക്കുക. 4. സ്വയം പരിചരണം പരിശീലിക്കുക. ശാരീരികവും വൈകാരികവുമായ ക്ഷേമത്തിന് മുൻഗണന നൽകുക. 5. പ്രൊഫഷണൽ സഹായം തേടുന്നു. ഒരു മാനസികാരോഗ്യ പ്രൊഫഷണലുമായി പതിവായി കൂടിയാലോചന. സാങ്കേതിക വിദ്യാധിഷ്ഠിത ഇടപെടലുകൾ. 1. വെർച്വൽ റിയാലിറ്റി എക്സ്പോഷർ തെറാപ്പി. വെർച്വൽ റിയാലിറ്റി സാങ്കേതികവിദ്യ ഉപയോഗിച്ച് എക്സ്പോഷർ തെറാപ്പി. 2. മൊബൈൽ ആപ്പുകൾ. കോച്ച്, ഹാപ്പിഫൈ, ശാന്ത തുടങ്ങിയ ആപ്പുകൾ. 3. ഓൺലൈൻ പിന്തുണ ഗ്രൂപ്പുകൾ. ഓൺലൈൻ ഫോറങ്ങളും പിന്തുണാ ഗ്രൂപ്പുകളും. മറ്റ് പരിഗണനകൾ. 1. ഫാമിലി തെറാപ്പി. ചികിത്സാ പ്രക്രിയയിൽ കുടുംബാംഗങ്ങളെ ഉൾപ്പെടുത്തുക. 2. ഗ്രൂപ്പ് തെറാപ്പി. കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി പോലെയുള്ള ഗ്രൂപ്പ് അടിസ്ഥാനമാക്കിയുള്ള ചികിത്സകൾ. 3. ട്രോം ഫോക്കസ്ഡ് തെറാപ്പി. കുട്ടികൾക്കും കൗമാരക്കാർക്കും വേണ്ടി പ്രത്യേകം രൂപകൽപ്പന ചെയ്തിരിക്കുന്നു. 4. സാംസ്കാരിക സംവേദനക്ഷമത.